السلام عليكم ورحمة الله وبركاته. الحمد لله صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം ദുആ ചെയ്യുക, അവനെ മാത്രം വിളിക്കുക എന്നിങ്ങനെ തൗഹീദിൻ്റെ വാക്കുകൾ കേട്ടാൽ വിരൽ പിടിക്കുന്ന, അത് സഹിക്കാൻ സാധിക്കാത്ത ആളുകൾ ലോകത്തുണ്ട്. അള്ളാഹു അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. അള്ളാഹു മാത്രം എന്ന് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങൾക്ക് അത് വെറുപ്പുണ്ടാക്കും. وإذا ذكر الذين من دونه إذا هم يستبشرون. എന്നാൽ അള്ളാഹുവിന് പുറമേ ഉള്ളവരെ കൂടി പറയപ്പെട്ടാൽ അവരത് സന്തോഷിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ദുആ, റബ്ബിനോട് മാത്രമേ എന്ന് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ വിരളി പിടിക്കുന്ന ആളുകളെ സുബ്ഹാനല്ലാഹ് നമുക്ക് കാണാം. ഈ ഉമ്മത്തിൻ്റെ പേരുകളുള്ള ആളുകൾ അവരിൽ ഉൾപ്പെടുക എന്നത് എത്രമാത്രം ഖേദകരമായ, ദൗർഭാഗ്യകരമായ കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്തോതി പറഞ്ഞപ്പോൾ ഒരാൾ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഒരു പ്രസംഗം അതിന് മറുപടിയായി കൊണ്ടുവന്നത് കണ്ടു. എന്താണ് പേരോട് സഖാഫി പറയുന്നത്? അതായത് അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, നമ്മൾ സഹായം തേടാറേ ഉള്ളൂ. പ്രാർത്ഥിക്കുക എന്നത് നിങ്ങളുടെ ഭാഷയാണ്, അത് ഞങ്ങളുടെ ഭാഷയല്ല. ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. മുതലാളിയോട് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയും ആരെങ്കിലും? അപേക്ഷിച്ചു എന്ന് പറയും. ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? അപേക്ഷിച്ചു എന്ന് പറയും. പണക്കാരനോട് അപേക്ഷിച്ചു എന്ന് പറയും. അക്കളോട് ഇസ്തിഗാസ ചെയ്യും, സഹായം തേടി എന്ന് പറയും. അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയും. ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ് ആ പ്രാർത്ഥിച്ചു എന്നുള്ളത്. അത് മെല്ലെ വെട്ടിമാറ്റി കളഞ്ഞ അത്ര വലിയ സൂത്രമൊന്നും വേണ്ട. നോക്കുകൾ ചിന്തിക്കണം. കുറേ കാലമായി ഇവർ കൊണ്ടു നടക്കാറുള്ള, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാറുള്ള ഒരു ശുഭത്താണ്, ഒരു ആശയക്കുഴപ്പമാണിത്. എന്ത്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ആളുകൾ തൗഹീദ് മനസ്സിലാക്കി പോകുമ്പോൾ എന്ന പേടി കൊണ്ട് അവരെ ശിർക്കിൽ തളച്ചിടാൻ ഈ ഒരു പറയുന്ന ന്യായമാണിത്. ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ സഹായം തേടാറേ ഉള്ളൂ. നിങ്ങൾ ഡോക്ടറോട് സഹായം തേടാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് ആളെ വിളിക്കാറില്ലേ? അതുപോലെ സഹായം തേടുന്നു മാത്രം. അങ്ങനെ സഹായം തേടി അത് ശിർക്കാണോ? അല്ല, അതുപോലെ ഞങ്ങൾ ഈ മരിച്ചവരെ വിളിച്ച് സഹായം തേടുന്നു എന്തുമാത്രം. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അള്ളാഹു നൽകിയ നിർബുദ്ധി കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കണം. എത്രമാത്രം ഫലശൂന്യമായ, നിലവാരമില്ലാത്ത, വില കുറഞ്ഞ ഒരു വാദമാണിത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എന്ത് ന്യായമാണിത്? ഇതെന്ത് ന്യായമാണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉമ്മത്തിനെ പഠിപ്പിച്ചു. ചെറിയ കുട്ടികൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് കാണാം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പോൾ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം തേടേണ്ട സഹായം അള്ളാഹു അല്ലാത്തവരോട് തേടുക. എന്നിട്ട് അതിന് സാധാരണ മനുഷ്യർ തമ്മിൽ ചെയ്യാറുള്ള അനുവദിക്കപ്പെട്ട സഹായത്തേട്ടങ്ങൾ ഇതിന് ന്യായമായി, ഈ ശിർക്കിന് ന്യായമായി പറയുക. ഇതിന് ഖുർആനിലും സുന്നത്തിലും തെളിവെവിടെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചപ്പോൾ ആ ആളുകളിൽ കല്ലിനെയും മരത്തെയും ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. അതുപോലെ അവരിൽ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. ഈ പേരോട് നിഷേധിക്കുമോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. മക്ക മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്തിരുന്നു, ഇസ്മായിൽ നബി ഇബാദത്ത് ചെയ്തിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവർക്ക് ഓതി കൊടുക്കാൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പാടില്ല, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കൊടിയ ശത്രുക്കളായ മുശ്രിക്കുകളെ അവരൊന്ന് ചേർന്ന് നിന്നോട്ടെ, അവരൊന്ന് ഇണക്കി കൂടെ കൂട്ടാം എന്തെങ്കിലും വിചാരിച്ച് ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണയെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ദുആ അത് ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. അവരോട് സഹായം തേടിക്കോളൂ, അവരോട് നിങ്ങൾ സഹായം തേടിക്കോളൂ. അബൂജഹൽ പിന്നെ വൈദ്യന്മാരെ കാണാറുണ്ടാവുകയില്ലേ, ജോലിക്ക് ആളെ വിളിക്കാറുണ്ടാവുകയില്ല. അതുപോലെ ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട് നിങ്ങൾ സഹായം തേടിയാൻ വേണ്ടി ദുആ ചെയ്യേണ്ട എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ?
ഇക്കണ്ട ആയത്തുകളൊക്കെ ഓതി അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ അത് പറയേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെയാണ് കാര്യമെങ്കിൽ അത് പറയുന്നതിൽ എന്തെല്ലാം മസ്ലഹത്തുണ്ടാവും, എന്തൊക്കെ നന്മകൾ അതുകൊണ്ട് ലഭിക്കും? നിങ്ങളുടെ വാദപ്രകാരം മുശ്രിക്കുകളൊന്നും അടുത്തു വരും, അവർക്കൊക്കെ ഞങ്ങളുടെ ദീനിനോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമുള്ള ദീനാണല്ലോ മുഹമ്മദ് പറയുന്നത് എന്നല്ലേ അവർ പറയുക. പോകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പിൽക്കാലത്തുമെല്ലാം ഇസ്ലാമിൻ്റെ എതിർഭാഗത്ത് നിന്നിരുന്ന നസ്രാനികൾ അവർ ആരെയാണ് ആരാധിച്ചത്? ഈസ അലൈഹിസ്സലാമിനെ, ഈസാ നബിയുടെ ഉമ്മ മറിയമിനെ, രണ്ടുപേരെയും അവർ ആരാധിച്ചു, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞോ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയുടെ ഉമ്മ മറിയം സിദ്ദീഖത്തായ, ഏറ്റവും സത്യസന്ധയായ, അള്ളാഹുവിങ്കിൽ ലോക സ്ത്രീകളിൽ അള്ളാഹു തിരഞ്ഞെടുത്ത സ്ത്രീയാണ് എന്നാണ് ഖുർആനിലുള്ളത്. ആ ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ഇവർ, അതിൽ ഞങ്ങൾക്കൊന്നും അതിൽ തർക്കമില്ല, ശരിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, സഹായം തേടിക്കോളൂ, അതിന് കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് അവരോട് പറഞ്ഞു. പറയേണ്ടതല്ലേ, നിങ്ങളുടെ വാദപ്രകാരം പറയേണ്ടതാണ്. കാരണം നബി അവർക്ക് ഓതി കൊടുത്ത ഖുർആൻ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുക, ഈ പറയുന്ന പേരോടിനും മനസ്സിലാവുക, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. ദുർവ്യാഖ്യാനിക്കാതെ, വളച്ചു കെട്ടാതെ അള്ളാഹുവിൻ്റെ കിതാബിൽ ഏതെങ്കിലും ഒരു ആയത്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടാം എന്ന് തെളിയിക്കാൻ കഴിയുമോ? അല്ല, നിങ്ങൾക്കെതിരാണ് ഖുർആനിലെ ആയത്തുകൾ മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുഴുവൻ. എന്നിട്ട് ഇങ്ങനത്തെ ന്യായം പറയുക. ദുആ ആണ് ഇത് അള്ളാഹു വിലക്കിയത്, സഹായത്തേട്ടം അല്ല, പ്രാർത്ഥനയാണ് സഹായത്തേട്ടമല്ല. എന്നാലോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ, നിങ്ങളുടെ നേതാവിൻ്റെ മോനും ഒക്കെ പറയാറുള്ളത് എന്താണ്? ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് പറയാറുള്ളത്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടായി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ്, നിങ്ങളുടെ ശത്രുക്കളുടെ ഭാഷയാണെന്ന് പറഞ്ഞ പ്രാർത്ഥന, അതാ നിങ്ങളുടെ നേതാവിൻ്റെ മകനും തന്നെ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ നോക്കൂ, ഇത് ആളുകളെ വഞ്ചിക്കാനുള്ള ഒരു വാദം മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ അതിന് ഇസ്തിഗാഥ എന്നോ മറ്റെന്തു പേര് വിളിച്ചാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കേവല ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സാധാരണക്കാരോട് ഞാൻ പറയട്ടെ, ബദരീങ്ങളോട് മർക്കസിൻ്റെ കാര്യം ശരിയാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ശരി. ബദരീങ്ങളോട് മർക്കസിൻ്റെ കാര്യം തേടങ്ങളൊന്ന് സഹായം തേടിയാട്ടെ, എന്താ ഇപ്പോൾ വ്യത്യാസമുള്ളത്? തങ്ങളെ എൻ്റെ രോഗം മാറ്റണേ, തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, കാക്കണേ, ഞങ്ങളെ പ്രയാസം നീക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, അധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, കാക്കണേ, ഞങ്ങളെ പ്രയാസം നീക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കാര്യം ഒന്ന് ഇസ്തിഗാഥ നടത്തൂ, നിങ്ങൾ സഹായം തേടൂ. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. ഹൈദി ഷേഖേ, എൻ്റെ രോഗം മാറ്റണേ, എന്നെ രക്ഷിക്കണേ എന്ന് ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. അയാൾ പ്രാർത്ഥിക്കുന്നതും ഒരേ വാക്കുകളായിരിക്കും, സഹായം തേടണേ എന്ന് പറഞ്ഞാൽ അതും ഒരേ വാക്കുകളായിരിക്കും. എന്ത് വ്യത്യാസമാണുള്ളത്? നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശിർക്ക്? അള്ളാഹു രണ്ടുണ്ട് എന്ന് വിശ്വസിച്ചതാണോ? അല്ല, അള്ളാഹു ഒന്നേ ഉള്ളൂ എന്നവർക്കറിയാം. അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്നറിയാം. പക്ഷെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾക്ക് ഈ ഔലിയാക്കളെ വേണം, ലാത്തെ ഉസ്സയെ വേണം, ഇബ്രാഹിം നബിയെ വേണം അലൈഹിസ്സലാം. അതുപോലെ അള്ളാഹുലേക്ക് ഞങ്ങളുടെ കാര്യം പറയാൻ, ശുപാർശ പറയാൻ അവരെ വേണം. ആ ന്യായം പറഞ്ഞിട്ടാണ് അവർ ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയാണ് എതിർത്തത്. അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ദുആ ചെയ്യേണ്ട, സഹായം തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അള്ളാഹു അനുവദിച്ച സാധാ സഹായത്തേട്ടവും ഈ മരിച്ചുപോയ ഔലിയാക്കളോട് വിളിച്ചു തേടുന്ന തേട്ടവും ഒന്നാണെന്ന് പറയാൻ കഴിയുക? അതെങ്ങനെ ഒന്നാകും? എങ്ങനെയാണ് ഈ ജീവനുള്ളവരോട്, അവർക്ക് കടിയുന്ന നമ്മുടെ മുന്നിലുള്ള ആളോട് എന്തെങ്കിലും സഹായത്തിന് ആവശ്യപ്പെടുന്നതും മരണപ്പെട്ടവരോട്
തേടുന്നതും ഒരുപോലെ ആവുക? അള്ളാഹുവെങ്കിൽ ഇതൊരുപോലെയല്ല. ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പാഠമനുസരിച്ച് ഇതൊരുപോലെയല്ല. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അംവാതുൻ, അവർ മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് അവർക്കറിയുകയില്ല. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയാണ് എങ്കിൽ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ജീവനില്ലാത്തവരാണ് എന്ന് പറഞ്ഞത്? ജീവനില്ലാത്തവരോടുള്ള തേട്ടവും നമ്മുടെ മുന്നിൽ ജീവനോടെയുള്ള നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് സാധിക്കുന്ന ആളോട് പറയുന്നത് ഒരുപോലെ ആവുക എന്ന് മാത്രമല്ല, ഇത് രണ്ടും ഒന്നല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇനിയും ചിന്തിക്കാൻ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇയാളെ പോലുള്ള ആളുകളും ഡോക്ടറോട് സഹായം തേടുന്ന ഉദാഹരണം പറയാറുണ്ട്. ശരി, ഡോക്ടറുടെ അരികിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത ഡോക്ടറുടെ അരികിലേക്കും ചെല്ലും, അവരോടും രോഗം പറയും, എന്നിട്ട് മരുന്ന് തരാൻ പറയും. എന്നാൽ അവന് മരിച്ചാലും നിങ്ങൾ രോഗം മാറ്റണേ എന്ന് തേടൽ അനുവദനീയമാണെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിനോടും ബദരീങ്ങളോടൊക്കെ മാത്രം തേടിയാൽ മതിയോ? മുസ്ലിങ്ങളല്ലാത്ത ആളുകളോടും മരിച്ചുപോയ മറ്റുള്ളവരുടെ ഇലാഹുകളോടും തേടാം എന്ന് പറയേണ്ടി വരില്ലേ? കാരണം അതാണ് യഥാർത്ഥത്തിൽ ഈ വ്യത്യാസം നിങ്ങൾ ജനങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ടാണ് നോക്കൂ, ഉമ്മത്ത് നിങ്ങൾ ഈ ശിർക്കിലേക്ക് അവരെ നയിച്ചപ്പോൾ ഉമ്മത്ത് എവിടെ എത്തി? ഉമ്മത്ത് ഇത് നോക്കൂ, ബിംബങ്ങൾക്ക് മുന്നിലും അതുപോലെയുള്ള മറ്റുള്ള മതസ്ഥരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് മുന്നിലും ചെല്ലുന്ന അവരുടെ ഇലാഹുകളെ അവർക്ക് മുന്നിൽ വണങ്ങുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്ത് എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ ഈ പഠിപ്പിച്ചതും അവർ ചെയ്യുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എന്ത് വ്യത്യാസമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, രണ്ടും ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ പറയുക, സാധാരണ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെയാണ് മരിച്ചവരോടുള്ള തേട്ടമെങ്കിൽ സഹായത്തേട്ടം വേറെ, ദുആ വേറെ എന്നാണെങ്കിൽ നിങ്ങൾ പറയൂ, ഈ സഹായത്തേട്ടമായി എന്തൊക്കെ തേടാം, എന്തൊക്കെ തേടാൻ പാടില്ല? സഹായത്തേട്ടമാണ്, ദുആ അല്ല, കേവല സഹായത്തേട്ടമാണെങ്കിൽ എന്തൊക്കെ തേടാം? എനിക്ക് പുറത്തു തരണേ എന്ന് തേടാൻ പാടുണ്ടോ? എന്നെ സ്വർഗത്തിലാക്കണേ എന്ന് തേടാൻ പാടുണ്ടോ? എന്നെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് തേടാൻ പാടുണ്ടോ? എനിക്ക് മക്കളെ തരണേ എന്ന് തേടാൻ പാടുണ്ടോ? എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ നിങ്ങൾ എങ്ങനെ വേർതിരിക്കും? ഏത് മാനദണ്ഡം ഉപയോഗിച്ച് വേർതിരിക്കും? ഒന്നിനും സാധിക്കുകയില്ല. കാരണം നിങ്ങൾ പിടിച്ചു തൂങ്ങുന്നത് ഒരു ബലവുമില്ലാത്ത പുൽക്കടിയിലാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ യാതൊരു തെളിവുമില്ല, ഒരു ബുർഹാനുമില്ല, വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഖുർആൻ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. അല്ല, മുഴുവൻ അമ്പിയാക്കളുടെയും മാർഗ്ഗത്തിനെതിരാണ് നിങ്ങളീ പറയുന്നത് ശിർക്ക്. ഖുർആനിൽ മുഴുവൻ ഉള്ളത് അള്ളാഹുവിനെ മാത്രം വിളിക്കാനാണ്. ഓരോ മുസ്ലിമും ദിനേന എത്ര തവണയാണ് പറയുന്നത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഖുർആനിൽ ആയത്താണ്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആശയം പേറുന്ന ഫൈസിമാർ, മുസ്തഫൽ ഫൈസിയെ പോലുള്ള ആളുകൾ ഈ ആയത്തിന് പോലും തിരുത്തി ഇതിന് ഒരു മുസ്ലിം ഒരിക്കലും പറയാൻ പാടില്ലാത്ത അർത്ഥം പറഞ്ഞത്. എന്ത്? അള്ളാഹുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. മാത്രം ഒഴിവാക്കിയെന്ന് മാത്രമല്ല, മാത്രം അത് പിഴച്ച ആളുകൾ കൂട്ടിച്ചേർത്ത അർത്ഥമാണ് എന്നുവരെ പറയുകയുണ്ടായി. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്ത് തൻ്റെ പിഴച്ച ആശയത്തിന് യോജിക്കാത്തതായതിനാൽ ആ ആയത്തിനോട് പോലും ഈ തരത്തിലുള്ള അതിക്രമം കാണിക്കുന്നിടത്തേക്ക് പേരോട് സഖാഫി നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ എത്തിയത് ഇതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ചെയ്തത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അഖീദ വിശ്വാസം സ്വീകരിക്കുകയല്ല. നിങ്ങൾ ആരിൽ നിന്നൊക്കെയോ, റാഫിദികളിൽ നിന്ന്, ഷിയാക്കളിൽ നിന്നൊക്കെ, സൂഫികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഈ പിഴച്ച ആശയത്തിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ ഖുർആനും സുന്നത്തും പരതി നടക്കുകയാണ്. അതല്ലാതെ ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചല്ല. നിങ്ങളൊരു വിശ്വാസം ആദ്യം സ്വീകരിച്ചു, എന്നിട്ട് പിന്നെ അത് നിങ്ങൾ തെളിവ് പരതി നടക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ശിർക്കിൽ നിന്ന് അകറ്റി നിർത്തുക, അവർ അള്ളാഹുലേക്ക് വിളിക്കുക. ഇതാണ് ദീൻ പഠിച്ചവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതല്ലാതെ ആളുകളെ റബ്ബിൽ നിന്ന് അകറ്റി പടപ്പുകളിൽ, ദർഗകൾക്ക് മുന്നിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ഈ ഉമ്മത്തിനെ തളച്ചിടുകയല്ല. അള്ളാഹു ദീൻ എന്തെങ്കിലും പഠിക്കാൻ തൗഫീഖ് തന്നവർ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, തൗഹീദിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അതിന് സഹായം നൽകുമാറാകട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.